ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന പേപ്പറാണ്. എംകോമിലെ സെമസ്റ്റർ 4 പ്രധാനപ്പെട്ടൊരു പേപ്പറാണിത്, ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെൻ്റ് ആണ്. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിലേക്ക് ഒരു ആമുഖം, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, റിസ്ക് മാനേജ്മെൻറ്റിനെ കുറിച്ച് ഒരു ആമുഖം നൽകുക എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നറിയപ്പെടുന്നത്. നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മളിതിൽ പഠിക്കാൻ പോകുന്നത് എന്താണ്? റിസ്കിനെ കുറിച്ചാണ്. നമുക്കറിയാം, വി ആർ ലിവിങ് ഇൻ എ അൺസർട്ടൈൻ വേൾഡ്. നമ്മൾ വളരെ അനിശ്ചിതമായിട്ടുള്ള ഒരു വേൾഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബിസിനസ് വേൾഡിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാം അൺസർട്ടൈൻ ആണ്. ബിസിനസ് വേൾഡിൽ എല്ലാം അൺസർട്ടൈൻ ആണ്. ഡിമാൻഡ് അൺസർട്ടൈൻ ആണ്, കോസ്റ്റ് അൺസർട്ടൈൻ ആണ്, സെയിൽസ് അൺസർട്ടൈൻ ആണ്, പ്രൈസസ് അൺസർട്ടൈൻ ആണ്, പ്രോഫിറ്റ്സ് അൺസർട്ടൈൻ ആണ്. സോ വി ആർ ലിവിങ് ഇൻ എ വേൾഡ് ഓഫ് അൺസർട്ടൈനിറ്റീസ്. All businesses, all financial markets, all environment face risk. എല്ലാ എൻവയോൺമെൻറ്റും, എല്ലാ ബിസിനസ്സും, എല്ലാ മാർക്കറ്റുകളും റിസ്കിനെ ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എന്താണ് റിസ്ക് എന്ന് നമുക്ക് നോക്കാം. ദ വേർഡ് റിസ്ക് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ലാറ്റിൻ വേർഡ് റസ്കം. റസ്കം എന്നറിയപ്പെടുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് റിസ്ക് എന്ന പദം ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. ഇറ്റ് മീൻസ് ഡേഞ്ചർ അറ്റ് സീ ഓർ ദാറ്റ് വിച്ച് കട്ട്സ്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഡേഞ്ചർ അറ്റ് സീ അല്ലെങ്കിൽ ദാറ്റ് വിച്ച് കട്ട്സ് എന്നുള്ളതാണ്. മാനേജിങ് ബിസിനസ് ഈസ് ഇൻ എ ഹൈലി വോളറ്റൈൽ എൻവയോൺമെൻറ്റ്. ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ, ഹൈലി വോളറ്റൈൽ എന്ന് വെച്ചാൽ എന്താണ്? പെട്ടെന്ന് ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു എൻവയോൺമെൻറ്റിൽ മാനേജിങ് ബിസിനസ് മാനേജ് ചെയ്യുക എന്നുള്ളത് ഈസ് ലൈക്ക് നാവിഗേറ്റിംഗ് എ ഷിപ്പ് ഇൻ എ സ്റ്റോമി സീസ്. ഒരു കപ്പലിനെ നാവിഗേറ്റ് ചെയ്യുന്നത്, ഒരു കപ്പലിന് വഴി കാട്ടുന്നത് സ്റ്റോമി സീസിൽ, അല്ലേ? തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കടലിൽ ഒരു ഷിപ്പിനെ എന്ത് ചെയ്യുന്നു? നാവിഗേറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. ആസ് പെർ ദി വെബ്സ്റ്റേഴ്സ് ഡിക്ഷണറി പ്രകാരം റിസ്ക് ഈസ് എ ഹസാർഡ്. റിസ്ക് ഒരു അപായമാണ്. റിസ്ക് ഒരു ഇൻഷുറിയാണ്. റിസ്ക് ഒരു ലോസിനോ ഇൻഷുറിക്കോ ഉള്ളൊരു എക്സ്പോഷറാണ് എന്നൊക്കെയാണ് പറയുന്നത്. ദ ചാൻസ് ഓഫ് ഫ്യൂച്ചർ ദാറ്റ് ക്യാൻ ബി ഫോർസീൻ. റിസ്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ജോൺ ജെ ഹാംപ്റ്റൺ ആണ്. ദ റിസ്ക് റെഫേഴ്സ് ടു ദ ചാൻസ് ഓഫ് സം അൺഫേവറബിൾ ഇവന്റ് വിൽ ഒക്കർ. റിസ്ക് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഭാവിയിൽ അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു ഇവന്റ് നടക്കാം എന്നതിനെക്കുറിച്ച്. ഇറ്റ് മീൻസ് ദ പോസിബിലിറ്റി ഓഫ് ലോസ്. റിസ്കിനെ കുറിച്ച് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ പോസിബിലിറ്റി ഓഫ് ലോസ്. നഷ്ടത്തിനുള്ള ഒരു സാധ്യതയാണിത്. ഇറ്റ് മീൻസ് പോസിബിലിറ്റി ഓഫ് ലോസ്. നഷ്ടത്തിനുള്ള സാധ്യതയാണിത്. നമുക്കറിയാം, ആൻ ഇൻവെസ്റ്റർ എക്സ്പെക്ട് സം റിട്ടേൺ ഫ്രം ദി ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദി ഫ്യൂച്ചർ. ഒരു നിക്ഷേപകൻ അയാൾ നിക്ഷേപിക്കുന്ന പണത്തിന് മുകളിൽ സെർട്ടൈൻ റിട്ടേൺ അയാൾ എന്ത് ചെയ്യുന്നു? പ്രതീക്ഷിക്കുന്നുണ്ട് ഇൻ ഫ്യൂച്ചർ, ഭാവിയിൽ. ബട്ട് ഫ്യൂച്ചർ ഈസ് അൺസർട്ടൈൻ. ഭാവി അനിശ്ചിതമാണ്. ഹെൻസ് ദ റിട്ടേൺ ഈസ് ഓൾസോ അൺസർട്ടൈൻ. അതുകൊണ്ട് തന്നെ നിക്ഷേപത്തിന് മുകളിലുള്ള റിട്ടേണും അൺസർട്ടൈൻ ആണ്. ഇഫ് ദ റിട്ടേൺ ഓൺ ആൻ ഇൻവെസ്റ്റ്മെന്റ് ക്യാൻ ബി പ്രെഡിക്റ്റഡ് പ്രിസൈസ്ലി, വി സേ ദ റിട്ടേൺ ഈസ് റിസ്ക്ലെസ്. But in the case of majority asset, that is not possible. If the rate of return cannot be predicted with certainty, if the investor's value fluctuate, we can say that volatility exists. നമുക്ക് റേറ്റ് ഓഫ് റിട്ടേൺ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് മുകളിൽ കൃത്യമായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. വി ക്യാൻ സേ ദാറ്റ് വോളറ്റൈലിറ്റി എക്സിസ്റ്റ്. എന്ത് അവിടെ ഉണ്ട് എന്നാണ്? വോളറ്റൈലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ദ വോളറ്റൈലിറ്റി ഗിവ് ദ റൈസ് ടു ദ റിസ്ക്. വോളറ്റൈലിറ്റി എന്ത് ചെയ്യുന്നു? റിസ്കിലേക്ക് നയിക്കുന്നു. ദാറ്റ് മീൻസ് വോളറ്റൈലിറ്റി, ഫ്ലക്ച്വേഷൻ, അല്ലേ, വേരിയേഷൻ ഉണ്ടാവുന്നതാണ് വോളറ്റൈലിറ്റി. ചേഞ്ച് ഉണ്ടാവുക, ഡേ ടു ഡേ ചേഞ്ചസ്.
when we are considering the stock market, we all know that there are so many stock market indices. Stock market indices is the barometer of the stock market or the economy. Day to day basis, the stock market indices fluctuates. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഓരോ ദിനം പ്രതി ഇത് ഫ്ലക്ച്വേറ്റ് ചെയ്യുമ്പോൾ അവിടെ വോളറ്റൈലിറ്റി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ റിട്ടേൺ പലപ്പോഴും അവിടെ റിസ്ക് കൂടുതലാണ് എന്നാണ് പറയുന്നത്. ആക്ച്വൽ റിട്ടേൺ റിസീവ്സ് ഫ്രം എ സെക്യൂരിറ്റി വേരി ഫ്രം ദി എക്സ്പെക്റ്റഡ് റിട്ടേൺ. ശ്രദ്ധിക്കുക, പലപ്പോഴും ആക്ച്വൽ റിട്ടേൺ, യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ, ഒരു സെക്യൂരിറ്റിയിൽ നിന്നും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും നമുക്ക് കിട്ടുന്ന റിട്ടേൺ പലപ്പോഴും എന്ത് ചെയ്യുന്നു, പ്രതീക്ഷിത വരുമാനം എക്സ്പെക്റ്റഡ് റിട്ടേണേക്കാളും കുറവായിരിക്കും, വേരി ചെയ്യാം. ഓക്കെ, സാധ്യതയുണ്ട്. മാർക്കറ്റിലെ കണ്ടീഷൻ അനുസരിച്ചുകൊണ്ട് റിട്ടേണിൽ മാറ്റങ്ങൾ വരാം. ദിസ് വേരിയബിലിറ്റി ഓഫ് റിട്ടേൺ ഈസ് നോൺ ആസ് റിസ്ക്. ഇത്തരത്തിൽ വേരിയബിലിറ്റി, റിട്ടേണിൽ വേരിയബിലിറ്റി വരികയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്, റിസ്ക് എന്നുള്ളത്. റിസ്ക് ഈസ് ഡിഫൈൻഡ് ഇൻ ഫിനാൻഷ്യൽ ടേംസ് ആസ് ദ ചാൻസ് ദാറ്റ് ഔട്ട്കം ഓർ ഇൻവെസ്റ്റ്മെന്റ് ആക്ച്വൽ ഗെയിൻസ് ഡിഫർ ഫ്രം ദി എക്സ്പെക്റ്റഡ് ഔട്ട്കം ഓർ റിട്ടേൺ. റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? ദർ ഈസ് എ ചാൻസ്, ഒരു സാധ്യതയാണ്. ആൻഡ് ഔട്ട്കം ഓർ ഇൻവെസ്റ്റ്മെന്റ് ആക്ച്വൽ ഗെയിൻസ്, ഒരു നിക്ഷേപത്തിന് മുകളിൽ നമുക്ക് കിട്ടുന്ന യഥാർത്ഥ വരുമാനം, യഥാർത്ഥ പ്രോഫിറ്റ്, അത് എക്സ്പെക്റ്റഡ് ഔട്ട്കമ്മിൽ നിന്നും വ്യത്യാസപ്പെടുന്നുവെങ്കിൽ അപ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? റിസ്ക് എന്ന് പറയുവാൻ സാധിക്കും. റിസ്ക് ഇൻക്ലൂഡ്സ് ദ പോസിബിലിറ്റി ഓഫ് ലോസിങ് സം ഓർ ഓൾ ഓഫ് ആൻ ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ്. ഒരു നിക്ഷേപകന്റെ ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ് മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയാണ് ഇത് റിസ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റിസ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അടുത്തതാണ് ടൈപ്സ് ഓഫ് റിസ്ക്. ദർ ആർ സോ മെനി റിസ്ക് അസോസിയേറ്റഡ് ഇൻ ദി ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഇൻ ദി ബിസിനസ്. ഫിനാൻഷ്യൽ മാർക്കറ്റിലും ബിസിനസ്സിലും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യസ്തമായ റിസ്കുകളുണ്ട്. വി ക്യാൻ ക്ലാസിഫൈ ദി റിസ്ക് ഇൻ ടു സെവറൽ കാറ്റഗറീസ്: സിസ്റ്റമാറ്റിക് റിസ്ക് ആൻഡ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. Systematic risk is called business risk, financial risk, liquidity risk, country risk, and exchange rate risk. These are the major risks. So we can discuss types of risk. First one, default risk. The borrower may fail to pay the interest and principal amount within a stipulated time. കടം വാങ്ങിയ വ്യക്തി, ബോറോവർക്ക് കടം വാങ്ങിയതായ തുകയും അതിൻ്റെ പലിശയും നിശ്ചിത സമയത്തിനുള്ളിൽ കൊടുക്കുന്നതിൽ പരാജയപ്പെടുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഡിഫോൾട്ട് റിസ്ക് ഓർ കൗണ്ടർ പാർട്ടി റിസ്ക് എന്നൊക്കെ അറിയപ്പെടുന്നത്. ക്രെഡിറ്റ് റിസ്ക് എന്നൊക്കെ അറിയപ്പെടുന്ന ഇതാണ്. രണ്ടാമത്തേതാണ് ഫിനാൻഷ്യൽ റിസ്ക്. ഒരു സ്ഥാപനത്തിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടതാണിത്. മൂലധന ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റം മൂലം ഉണ്ടാകുന്ന റിസ്ക്കാണ് ഇത്. ദാറ്റ് ഈസ് കോൾഡ് ഫിനാൻഷ്യൽ റിസ്ക്. തേർഡ് വൺ, ബിസിനസ് റിസ്ക്. It is the uncertainty of return depend upon the nature of business. ബിസിനസ്സിന്റെ സ്വഭാവത്തിനനുസരിച്ചുകൊണ്ട് ബിസിനസ്സിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിൽ ഉണ്ടാകുന്ന അനിശ്ചിതത്വം, ദാറ്റ് ഈസ് കോൾഡ് ബിസിനസ് റിസ്ക്. ഫോർത്ത് വൺ, ലിക്വിഡിറ്റി റിസ്ക് ആണ്. അടുത്താണ് ലിക്വിഡിറ്റി റിസ്ക്. ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ വെർ ഇറ്റ് മേ നോട്ട് ബി പോസിബിൾ ടു സെൽ ദ അസറ്റ് ഓർ സ്റ്റോക്ക്. ഇറ്റ് ഈസ് എ ഇനബിലിറ്റി ടു മീറ്റ് ദ ലയബിലിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് വെൻ ദേ വാണ്ട് ടു വിത്ഡ്രോ ദെയർ മണി. അതായത് നമ്മുടെ അസറ്റിനെ, സ്റ്റോക്കിനെയൊക്കെ പെട്ടെന്ന് വിറ്റൊഴിവാക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ലിക്വിഡിറ്റി റിസ്ക്. നമുക്കറിയാം, പെട്ടെന്ന് വിറ്റ് ക്യാഷ് ആക്കാൻ സാധിക്കാത്ത അവസ്ഥ. ലിക്വിഡിറ്റി മീൻസ് വാട്ട്? ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു കൺവേർട്ട് ഇൻ ടു ക്യാഷ്, അല്ലേ? ക്യാഷോ ക്യാഷിന് തുല്യമായതിലേക്കോ മാറ്റുന്നതിനുള്ള കഴിവാണ്. പിന്നെ പറയുന്നത് എന്താണ്? ക്രെഡിറ്റേഴ്സിന്റെ ലയബിലിറ്റീസ് കൃത്യസമയത്ത് മീറ്റ് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ. അതിനെ നമുക്ക് എന്ത് പറയാം? ലിക്വിഡിറ്റി റിസ്ക് എന്ന് പറയാം. ലാസ്റ്റ് വൺ, മെച്യൂരിറ്റി റിസ്ക്. This arises when money was not received at the time of maturity of the security. ഒരു സെക്യൂരിറ്റിയുടെ, ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ കാലാവധി അവസാനിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട പണം കിട്ടിയിട്ടില്ല എങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് മെച്യൂരിറ്റി റിസ്ക്. ഇതാണ് ടൈപ്സ് ഓഫ് റിസ്ക്. അടുത്ത നോക്കാം മാർക്കറ്റ് റിസ്ക്. മാർക്കറ്റ് റിസ്ക് എന്നാണ് നമുക്ക് നോക്കാം. മാർക്കറ്റ് റിസ്ക് ശ്രദ്ധിക്കേണ്ട കാര്യം മാർക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്. Market prices of investment and securities fluctuate widely within a short span of time. ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ്മെന്റിന്റെയും സെക്യൂരിറ്റീസിന്റെയും പ്രൈസിൽ, മാർക്കറ്റ് പ്രൈസിൽ എന്ത് ചെയ്യുന്നു? ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കോവിഡ് വാക്സിൻ
കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വളരെ ഡൗൺ ആയിരുന്നു. ബിക്കോസ് മാർക്കറ്റിൽ അധികം ട്രേഡുകൾ നടക്കുന്നില്ല, മാർക്കറ്റ് അധികം ഇൻഫ്ലോസ് വരുന്നില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്ത് ചെയ്തു? കോവിഡ് വാക്സിൻ അല്ലേ, ഒരുപാട് രാജ്യങ്ങളും ഒരുപാട് ഓർഗനൈസേഷൻസ് ഒക്കെ കോവിഡ് വാക്സിൻ കണ്ടുപിടിക്കുന്നതിനുള്ളതിലാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. സോ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു? ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? സെക്യൂരിറ്റീസിൻ്റെ പ്രൈസൊക്കെ വർദ്ധിക്കുന്നുണ്ട്, എക്സ്പെഷ്യലി ട്രേഡിംഗ് സെക്ടേഴ്സിലുള്ള, അതുപോലെ FMCG ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് കമ്പനീസിൻ്റെത്, അതുപോലെ ബാങ്കിങ് സെക്ടറിലുള്ളതിൻ്റെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ചേഞ്ച് ഇൻ മാർക്കറ്റ് പ്രൈസ് കോസസ് ചേഞ്ച് ഇൻ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. മാർക്കറ്റ് പ്രൈസിൽ ഉണ്ടാക്കുന്ന മാറ്റം നിക്ഷേപത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. മാർക്കറ്റ് പ്രൈസ് കൂടുന്തോറും എന്ത് ചെയ്യുന്നു? നിക്ഷേപത്തിന് മുകളിൽ നമുക്ക് കിട്ടുന്ന വരുമാനം കൂടുന്നു. അപ്പോൾ ഇത്തരത്തിൽ മാർക്കറ്റിലെ ഫ്ലക്ച്വേഷൻസ് മൂലം എന്തെങ്കിലും ഇതുണ്ടാവുകയാണെങ്കിൽ അതാണെന്ത്? മാർക്കറ്റ് റിസ്ക് എന്നറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് എ വേരിയബിലിറ്റി ഇൻ റിട്ടേൺ. സോറി, അവിടെ ബ്രിട്ടൻ എന്നുള്ളത് ടൈപ്പ് ചെയ്തതിൽ മാറിയതാണ്. ഇറ്റ് ഈസ് എ വേരിയബിലിറ്റി ഇൻ റിട്ടേൺ ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ദി മാർക്കറ്റ് പ്രൈസ് ഓർ ഇൻവെസ്റ്റ്മെന്റ് ഓർ അസറ്റ്. ഇറ്റ് ഈസ് എ വേരിയബിലിറ്റി, വ്യതിയാനം, ഇൻ റിട്ടേൺ, വരുമാനത്തിലുള്ള വ്യതിയാനം, ഡ്യൂ ടു ദ ചേഞ്ചസ് ഇൻ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓർ അസറ്റ്. നിക്ഷേപത്തിൻ്റെയോ ആസ്തിയുടെയോ മാർക്കറ്റിലെ വിലയിലുണ്ടാകുന്ന മാറ്റം മൂലം നമുക്ക് കിട്ടേണ്ട വരുമാനത്തിൽ വേരിയബിലിറ്റി, വ്യതിയാനം ഉണ്ടാവുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? മാർക്കറ്റ് റിസ്ക് എന്ന് പറയാം. ദർ ആർ സോ മെനി കൈൻഡ്സ് ഓർ ടൈപ്സ് ഓഫ് മാർക്കറ്റ് റിസ്ക്. എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക്, കമോഡിറ്റി റിസ്ക്, ഇക്വിറ്റി പ്രൈസ് റിസ്ക്, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടത് മാർക്കറ്റ് റിസ്കുകൾ. നമുക്ക് ഏതൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ, ഇക്വിറ്റി പ്രൈസ് റിസ്ക്. പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് റിസ്ക് ആണ് ഇക്വിറ്റി പ്രൈസ് റിസ്ക് എന്നറിയപ്പെടുന്നത്. എന്താണ്? ഇക്വിറ്റിയുടെ വാല്യൂവിൽ, ഇക്വിറ്റിയുടെ ഷെയർസിന്റെ വില നമുക്കറിയാം ഹൈലി വോളറ്റൈലാണ്, എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇക്വിറ്റിയുടെ വിലയിൽ ഉണ്ടാകുന്ന, പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റം മൂലം എന്തെങ്കിലും റിസ്ക് ഉണ്ടാവുകയാണെങ്കിൽ അതാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഇൻട്രസ്റ്റ് റേറ്റ്സ് ആൻഡ് കറന്റ് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്. എക്സ്പെക്റ്റഡ് ഇൻട്രസ്റ്റ് റേറ്റും കറന്റ് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റും തമ്മിലുള്ള വ്യത്യാസമാണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്കിന് കാരണം. മൂന്നാമത്തേതോ, കറൻസി ഓർ എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക്. ഇറ്റ് റെഫേഴ്സ് ടു ദ പൊട്ടൻഷ്യൽ ലോസ് അറൈസിംഗ് ഔട്ട് ഓഫ് ദി ചേഞ്ചസ് ഇൻ എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് റുപ്പി എഗെയിൻസ്റ്റ് ഫോറിൻ കറൻസി. ഫോറിൻ കറൻസീസും ഇന്ത്യൻ റുപ്പിയുമായി കമ്പയർ ചെയ്യുമ്പോൾ, എക്സ്ചേഞ്ച് നടത്തുമ്പോൾ അതിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ ലോസിനുള്ള ചാൻസ് ആണ് ഏത്? കറൻസി ഓർ എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് എന്നറിയപ്പെടുന്നത്. പിന്നെയോ കമ്മോഡിറ്റി പ്രൈസ് റിസ്ക്. കമ്മോഡിറ്റി പ്രൈസിന്റെ വിലയിൽ, കമ്മോഡിറ്റീസിന്റെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റം മൂലം ഉണ്ടാകുന്ന റിസ്ക്. അതുപോലെ മാർജിനിങ് റിസ്ക്. ഫ്യൂച്ചർ ക്യാഷ് ഔട്ട്ഫ്ലോസ് എന്ത് ചെയ്യുന്നു? മാർജിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട റിസ്ക് ആണ് മാർജിനിങ് റിസ്ക്. സോ ദീസ് ആർ ദി റിസ്ക് അസോസിയേറ്റഡ് വിത്ത് മാർക്കറ്റ് റിസ്ക്. ദീസ് ആർ ദി ടൈപ്സ് ഓഫ് മാർക്കറ്റ് റിസ്ക്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തു അല്ലേ? നമ്മൾ ആദ്യം പറഞ്ഞത് ഏതാണ്? ചാപ്റ്ററിന്റെ ഹെഡിങ് ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെന്റ്, ചാപ്റ്റർ 1. അതിൽ റിസ്ക് എന്താന്ന് പറഞ്ഞു, പിന്നെ ടൈപ്സ് ഓഫ് റിസ്ക് പറഞ്ഞു, മാർക്കറ്റ് റിസ്ക് എന്താന്ന് പറഞ്ഞു, ടൈപ്സ് ഓഫ് മാർക്കറ്റ് റിസ്ക് എന്താന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു.